ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പവിത്ര സീരിയലിൻ്റെ പ്രമോ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് നമ്മുടെ കോടതിയിൽ വിശ്വൻ്റെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിശ്വം കുറ്റക്കാരനെല്ലാം തെളിഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല ശ്രീകാന്ത് കേസ് പിൻവലിച്ചിരിക്കുകയാണ്. അപ്പോൾ ജഡ്ജി ചോദിക്കുകയാണ്, ഇതെന്താ കുട്ടിക്കളിയാണോ? അത് കഴിഞ്ഞ് ജഡ്ജി വിശ്വത്തിനോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഇത്രയും ക്രൂരമായിട്ട് ഒരു കള്ളക്കേസിൽ കുടുക്കിയതിന് നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഇയാൾക്കെതിരെ, അതായത് ശ്രീകാന്തിനെതിരെ പരാതി ഉണ്ടെങ്കിൽ ഇപ്പോൾ പറയണമെന്നും അതിൻ്റെ നടപടി ഇപ്പോൾ തന്നെ എടുക്കുമെന്നും ജഡ്ജി പറയുകയാണ്. അപ്പോൾ വിശ്വം തൊഴുകൈയോട് പറയുകയാണ്, എനിക്കൊരു പരാതി ഇല്ലെന്നും ഞാൻ ഇത്രയും നാൾ ഈ സാറിൻ്റെ കീഴിലാണ് വർക്ക് ചെയ്തിരുന്നതെന്നും ആ ഒരു ബഹുമാനം എനിക്കുണ്ടെന്നൊക്കെ വിശ്വം പറയുകയാണ്. എനിക്കൊരു പരാതിയും ഇല്ല, സാർ എന്നെ ഇതുവരെ ഇച്ചിപ്പോയെന്നും പറഞ്ഞിട്ടുമില്ല എന്ന് വിശ്വം പറയുകയാണ്. അപ്പോൾ ജഡ്ജി ശ്രീകാന്തിനോടായിട്ട് പറയുകയാണ്, കണ്ടോ അയാളുടെ മനസ്സ് എത്ര നന്മ നിറഞ്ഞാണെന്ന് ഒന്ന് നോക്കിയെന്ന്. പാവപ്പെട്ടവർക്ക് ഒന്നിനും ഒരു കഴിവില്ല എന്നുള്ള രീതിയിൽ അവരെ എഴുതി തള്ളുകയാണ് ചെയ്യുന്നത്. അതേസമയം പണക്കാരാവട്ടെ, അവർക്ക് പോലീസിനൊന്ന് വിളിച്ച് പറഞ്ഞാൽ മതി, കേസ് അവിടെ ഫയൽ ചെയ്യപ്പെട്ടിരിക്കും. അതാണ് ഇന്നത്തെ കാലം എന്ന് പറഞ്ഞ് ജഡ്ജി പോലീസിനെതിരെയും കർശനമായി വിമർശിക്കുകയാണ്. അപ്പോൾ കേസ് എന്താണെന്ന് പഠിച്ച ശേഷം മാത്രമേ ഒരു കേസ് FIR എഴുതാവൂ എന്നൊക്കെ ജഡ്ജി പറയുകയാണ്. അപ്പോൾ ഈ കേസ് ഇവിടെ അവസാനിക്കുകയാണെന്നും വിശ്വത്തിനെ വെറുതെ വിടുകയാണോ ചെയ്തതെന്ന് ജഡ്ജി പറയുകയാണ്. മാത്രമല്ല വിശ്വ ഇത്രയും നാൾ ജോലി ചെയ്തതിൻ്റെ ശമ്പളം മുഴുവനായിട്ട് കൊടുക്കണമെന്നും ഈ കോടതി വിശ്വനെതിരായി നടന്ന ഈ കേസ് ചിലവായ പണം അത്രയും ശ്രീകാന്ത് കൊടുക്കണമെന്നും, മാത്രമല്ല ശ്രീകാന്ത് ഇന്ന് കോടതി പിരിഞ്ഞു പോകുന്നവരെ വൈകിട്ട് വരെ ഇവിടെ ഈ കോടതിയിൽ കാണണമെന്നും ജഡ്ജി പറയുകയാണ്. അപ്പോൾ ശ്രീകാന്ത് ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോൾ ഈ കേസിൻ്റെ സത്യാവസ്ഥ തെളിയിക്കാൻ വേദ കാണിച്ച കരുത്തിനെ ജഡ്ജി പ്രത്യേകം എടുത്ത് കോടതിയിൽ പറയുകയാണ്. അപ്പോൾ ഇത് തന്നെ തുടരണമെന്നും വേദയ്ക്ക് നല്ലൊരു ഭാവിയുണ്ടെന്നും ജഡ്ജി ആശംസിക്കുകയാണ്. അത് കഴിഞ്ഞ് പ്രതിക്കൂട്ടിൽ നിന്ന് വിശ്വം തൊഴുകൈയോടുകൂടെ നിൽക്കുകയാണ്, വേദയെ നോക്കി തൊഴുകയാണ്. അപ്പോൾ വേദ അവിടെ നിന്ന് ആംഗ്യം കാണിക്കണം, എന്താ വിശ്വമായിട്ടാ ഇതെന്നുള്ള രീതിയിൽ. കാരണം വിശ്വം തൻ്റെ സന്തോഷമാണ് പ്രകടിപ്പിക്കുന്നത്, തന്നെ ഇത്രയും ഒരു വലിയ കേസിൽ നിന്ന് വേദ രക്ഷിച്ചു എന്നുള്ളൊരു നന്ദി പ്രകടനമാണ് അവിടെ കാണിച്ചത്. അത് കഴിഞ്ഞ് എല്ലാവരും പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ ശ്രീകാന്ത് അവിടെ നിൽപ്പുണ്ടായിരിക്കും. അപ്പോൾ വേദ അങ്ങോട്ടായി ചെല്ലുകയാണ്. അപ്പോൾ ശ്രീകാന്ത് ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്നെ അധിക്ഷേപിച്ചില്ലേ, നീ വെറും ഒരു പെണ്ണാണെന്ന്, ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു പെണ്ണിൻ്റെ കഴിവെന്ന് പറഞ്ഞിട്ട് വേദ അങ്ങോട്ടേക്കായി പോവുകയാണ്. അപ്പോൾ തൊട്ടു പുറകെ നമ്മുടെ വിക്രം വരികയാണ്. വിക്രം ശ്രീകാന്തിനോട് ആ 2 ഡയലോഗ് അടിക്കുകയാണ്. വേദ വിചാരിക്കുന്ന ആ പൈസ എല്ലാം മാറ്റിവെച്ച് നിങ്ങൾ കിട്ടാത്തതിൻ്റെ പേരിലാണ് നിങ്ങൾ കേസ് പിൻവലിച്ചതെന്നാണ് വിചാരിച്ചത്. പക്ഷേ നിങ്ങളുടെ മനസ്സിലൊരു വലിയ ബോംബ് ഇരിക്കുന്ന കാര്യമൊന്നും അവൾക്കറിയില്ല എന്ന് പറയുകയാണ്. എന്നിട്ട് വിക്രം ഇന്നലെ നടന്ന കാര്യം ഇങ്ങനെ ചിന്തിക്കുകയാണ്. അതായത് വിക്രം വേദയും കൂടി അവിടെ ശ്രീകാന്തിൻ്റെ ഓഫീസിൽ പോയി ഷെൽഫെല്ലാം തുറന്ന് നോക്കുകയാണ്, അതായത് ഈ പൈസ എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ളത്. പക്ഷേ ഒരിടവും കാണുന്നില്ല. അങ്ങനെ രണ്ടുപേരും കൂടി എല്ലായിടും അരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഫയലുകൾക്കിടയിൽ നിന്ന് വിക്രമിനൊരു ഫോട്ടോ കിട്ടുകയാണ്. അതായത് ശ്രീകാന്ത് ഒരു പെൺകുട്ടിയും കൂടി ഇങ്ങനെ അടുത്ത് നിൽക്കുന്നൊരു ഫോട്ടോയാണ്. അപ്പോൾ ഉടൻ തന്നെ വേദ കാണാതെ ആ ഫോട്ടോ പോക്കറ്റിൽ വെക്കുകയാണ്. എന്നിട്ട് വിക്രം പിറ്റേന്ന് രാവിലെ ശ്രീകാന്ത് വീട്ടിലോട്ട് ചെല്ലുകയാണ്. അപ്പോൾ ആ സമയം വർഷയാണ് വന്ന് കതവ് തുറക്കുന്നത്. ആ ചേട്ടത്തി അളിയൻ ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നു. ചേട്ടത്തിയോ, നിൻ്റെ ഏത് വകയിലടാ നിൻ്റെ ചേട്ടത്തി എന്നൊക്കെ വർഷ ചോദിക്കുകയാണ്. അപ്പോൾ വിക്രം അവിടെ നിന്ന് ശ്രീ അളിയോ എന്ന് വിളിക്കുകയാണ്. ആ സമയത്ത് ശ്രീകാന്ത് വരികയാണ്. നിനക്ക് എന്താണ് ഇവിടെ കാര്യം, നീ കേസെല്ലാം ജയിച്ചിട്ടല്ലേ നീ ഇവിടെ വരത്തുള്ളൂ എന്ന് പറഞ്ഞു, പിന്നെ നീ ഇപ്പോൾ എന്തിനാണ് കയറി വന്നതെന്നൊക്കെ പറഞ്ഞ് ചൂടാവുകയാണ്. അപ്പോൾ ഞാൻ വെറുതെ വന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇന്നലെ ഞാനൊന്ന് നിങ്ങളുടെ ഓഫീസിൽ കയറി ഒന്ന് അരിച്ചായിരുന്നു കേട്ടോ, പൈസയൊക്കെ എവിടെ ഇരിക്കുന്നതെന്ന്. പക്ഷേ എനിക്ക് കിട്ടിയില്ല. നീ എൻ്റെ ഓഫീസിൽ കയറിയിട്ട് ഇത് കേസ് മാറും, നിന്നെ ഞാൻ ഈ കേസിൽ കുരുക്കിയില്ലെങ്കിൽ നീ നോക്കിക്കോ എന്നുള്ള രീതിയിലൊക്കെ ശ്രീകാന്ത് സംസാരിക്കുകയാണ്. അപ്പോൾ ഞാൻ അവിടെ പോയപ്പോൾ ഒരു ഫോട്ടോ എനിക്ക് കിട്ടിയായിരുന്നു കേട്ടോ എന്നൊക്കെ പറയുകയാണ്. ഫോട്ടോയോ? അപ്പോൾ ശ്രീകാന്ത് എന്തോ സംശയങ്ങളായിട്ട് തോന്നുകയാണ്. നമ്മുടെ ആ PTP നഗറിലുള്ള ഒരു ഫ്ലാറ്റ് ഉണ്ടല്ലോ, 12-ാം നമ്പർ, അപ്പോൾ ആ ഫ്ലാറ്റിൻ്റെ ഒരു കേസ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്ന് പറയുകയാണ്. അപ്പോൾ ശ്രീകാന്ത് ആകെ നിന്ന് വിയർക്കുകയാണ്. വർഷ, നീ അകത്തോട്ട് പോയേ, എനിക്ക് ചില കാര്യങ്ങളൊക്കെ ഇവനോട് പറയണ്ട, ഇവനെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ലെന്ന് പറഞ്ഞ് വിക്രമിനെ തള്ളിക്കൊണ്ട് പുറത്തോട്ട് പോവുകയാണ്. അപ്പോൾ ശ്രീകാന്ത് പറയുകയാണ്, നീ എന്നെ നാറ്റിക്കരുത്, എൻ്റെ കുടുംബം തകർക്കരുത്, എനിക്കൊരു അബദ്ധം പറ്റിയതാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ സംസാരിക്കുകയാണ്. ഞാനായിട്ട് നിങ്ങളുടെ കുടുംബമൊന്നും തകർക്കില്ല, പക്ഷേ വിശ്വട്ടിനെതിരെയുള്ള കേസ് നിങ്ങൾ പിൻവലിക്കില്ല, ഞാൻ ഇന്ന് എന്നെ പിൻവലിച്ചേക്കാന്ന് ശ്രീകാന്ത് വാക്ക് കൊടുക്കുകയാണ്. എങ്കിൽ പിന്നെ എന്നെ പിടിച്ച് തള്ളിക്കുമോ എന്ന് പറയുകയാണ്. അപ്പോൾ
നിങ്ങളുടെ ഭാര്യ അവിടെ നിന്ന് എന്നെ നോക്കുന്നുണ്ട്, അപ്പോൾ എന്നെ പിടിച്ച് തള്ളുമെന്ന് പറയണം. അങ്ങനെ ശ്രീകാന്ത് ഗേറ്റിന് പുറത്ത് വിക്രമിനെ പിടിച്ച് തള്ളുകയാണ്. എന്നിട്ട് വിക്രം പറയാം, എങ്കിൽ നമുക്ക് കോടതി കാണാമെന്നുള്ള രീതി വർഷ കേൾക്കാൻ വേണ്ടി പറഞ്ഞിട്ട് പുറത്തോട്ട് പോവുകയാണ്. അപ്പോൾ എന്നിട്ട് ശ്രീകാന്ത് ഇതെല്ലാം വിക്രം ആലോചിക്കുകയാണ്. എന്നിട്ട് അവർ കോടതിയിൽ നിൽക്കുന്ന സമയത്ത് ശ്രീകാന്ത് പറയുകയാണ്, ആ ഫോട്ടോ എനിക്ക് തരണമെന്ന് പറയുകയാണ്. എൻ്റെ ജീവിതം തകർക്കരുതെന്ന് പറയുകയാണ്. ഞാനായിട്ട് നിങ്ങളുടെ ജീവിതം തകർക്കില്ല, നിങ്ങൾക്കൊരു മനസാക്ഷിയില്ല, സ്വന്തം ഭാര്യയെയും കുടുംബത്തെയും വഞ്ചിക്കുന്നത്, അത് നിങ്ങളുടെ ഇഷ്ടം, ഞാൻ ഇടപെടില്ല എന്ന് പറയുകയാണ്. ഇനി എൻ്റെ എന്തെങ്കിലും പ്രശ്നത്തിൽ നിങ്ങൾ ഇടപെടാൻ വന്നാൽ എൻ്റെ കുടുംബത്ത് ഈ ഫോട്ടോയുടെ കോപ്പി ഈ നാട് മൊത്തവും നിരത്തുമെന്ന് വിക്രം പറയുകയാണ്. എന്നിട്ട് ആ ഫോട്ടോ കൊടുക്കുകയാണ്. ഇതിൻ്റെ ഒരു കോപ്പി എൻ്റെ കൈവശം ഉണ്ടെന്നും പറയുകയാണ്. എന്നിട്ട് ആ ഫോട്ടോയും വാങ്ങി ശ്രീകാന്ത് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ആ സമയം വേദ ഇതെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ വേദ വന്നിട്ട് ചോദിക്കാൻ, വിക്രം എന്താണ് നിങ്ങൾ തമ്മിൽ സംസാരിച്ചത്, എന്താണ് അവസാനം എന്തോ കൊടുക്കുന്നുണ്ടല്ലോ, അത് ഈ കേസിൻ്റെ സമൻസാണ്, അത് ഞാൻ അയാളെ തന്നെ ഏൽപ്പിച്ചു എന്ന് പറയാം, നമുക്ക് അപ്പുറത്തോട്ട് പോകും, അവിടെ വിശ്വേട്ടനൊക്കെ ഇരിക്കുന്നുണ്ടെന്നും പറയണം. അപ്പോൾ വേദയ്ക്ക് എന്തോ ഒരു സംശയം തോന്നുന്നുണ്ട്. പക്ഷേ വേദ അതൊന്നും കാര്യമാക്കാതെ വിക്രമിൻ്റെ കൂടെ അങ്ങോട്ട് പോവുകയാണ്. അത് കഴിഞ്ഞ് അവരെല്ലാ പേരും കൂടി വീട്ടിൽ തിരിച്ചെത്തുകയാണ്. അപ്പോൾ വിശ്വം വീടെല്ലാം കുറേ നേരം നോക്കി നിൽക്കുകയാണ്. അപ്പോൾ മാഷ് ചോദിക്കുകയാണ്, എന്താ വിക്രം നീ വീട് നോക്കി നിൽക്കുന്ന? അച്ഛാ, എനിക്ക് ഞാൻ തിരിച്ചു വരാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ആ സമയം അവിടെ വേദയും വിക്രമും കൂടി വരികയാണ്. അപ്പോൾ വിശ്വം വേദയോട് കൂടി പറയുകയാണ്, വേദ എനിക്ക് ഒരുപാട് നന്ദിയുണ്ടെന്ന്, ഈ കടപ്പാട് ഞാൻ ഒരിക്കലും മറക്കില്ലെന്ന് പറയുന്നു. അപ്പോൾ ആ സമയത്ത് ശ്രീജയും പറയുകയാണ്, അതേ വേദ, നമുക്ക് ഒരുപാട് നന്ദിയുണ്ട്, എന്ന് ഈ നന്ദി കാണുമെന്നും ശ്രീജയും പറയുന്നു. അപ്പോൾ ഒന്നും മിണ്ടാതിരിക്കുക, ഞാൻ എൻ്റെ ജോലിയാണ് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് വാ എന്ന് പറയുകയാണ്. നമുക്ക് അമ്മയെ കാണാമെന്ന് പറയുന്നു. അങ്ങനെ അകത്തോട്ട് ചെല്ലുമ്പോൾ നന്ദിനി അവിടെ ഇരിക്കുകയായിരിക്കും. ആ വിഷയമായിട്ട് വിട്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ശ്രീജ ചോദിക്കുക, എന്താ നന്ദിനി അങ്ങനെ ചോദിച്ചത് എന്നൊക്കെ ചോദിക്കുകയാണ്. അല്ല, ഞാൻ വെറുതെ ചോദിച്ചാണ്. അപ്പം മാഷും പറയുകയാണ്, എന്താ വിശ്വൻ ഒരിക്കലും വിടില്ല എന്ന് വിചാരിച്ചു എന്നൊക്കെ ചോദിക്കുക. അയ്യോ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല ചോദിച്ചതെന്ന് പറയുകയാണ്. അപ്പോൾ എന്നിട്ട് വിശ്വൻ ചോദിക്കുകയാണ്, നന്ദിനി വിനായകൻ ഇവിടെ ഇല്ലേന്ന് ചോദിക്കണം. ആ വിനായകമായിട്ട് ഉണ്ടല്ലോ, ഇപ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് വിളിക്കാനായിട്ട് അകത്തോട്ട് പോവുകയാണ്. ആ സമയം അവിടെ കമല വരികയാണ്. കമല പൊട്ടിക്കരഞ്ഞുകൊണ്ട് വിശ്വൻ്റെ അടുത്തേക്ക് വരികയാണ്. മോനെ, നിനക്ക് ഈ ഗതി വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് വിശ്വത്തെ സമാധാനിപ്പിക്കുകയാണ്. എനിക്കൊരു കുഴപ്പമില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ മാഷ് പറയുകയാണ്, നീ വിശ്വത്തെ അല്ല ചേർത്ത് പിടിക്കേണ്ടതായി ഈ നിൽക്കുന്ന വേദയാണ് വിശ്വനെ ഇറക്കിക്കൊണ്ട് വന്നതെന്ന് പറയുകയാണ്. അപ്പോൾ വേദ പറയുക, അയ്യോ, ഞാൻ എൻ്റെ ജോലി മാത്രമേ ചെയ്തിട്ടുള്ളൂ, പിന്നെ എന്നെ എല്ലാത്തിനും കൂടെ സഹായിക്കാൻ ഒരാളുണ്ടായിരുന്നു എന്ന് പറയാൻ പോയ സമയത്ത് അത് വിക്രമിനെയാണ് പറയുന്നതെന്ന് വിക്രമിന് മനസ്സിലായി. അപ്പോൾ വിക്രം അത് തടയുകയാണ്. കാരണം വേദ എന്നെ എല്ലാ ക്രെഡിറ്റും എടുക്കട്ടെ എന്നായിരിക്കും വിക്രമിൻ്റെ ആഗ്രഹം. അപ്പോൾ എന്നിട്ട് വിക്രം ചോദിക്കുകയാണ്, വിശ്വേട്ടനെ അവർ പോലീസ് ഉപദ്രവിച്ചു എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ പറയുകയാണ്, അങ്ങനെയൊന്നും ഉണ്ടായില്ല എന്ന് പറയുകയാണ്. ആ സമയത്ത് വിനായകൻ വരികയാണോ, ഞാൻ ഇന്ന് കോടതിയിൽ വരണമെന്ന് വിചാരിച്ചാണ് വിശ്വേട്ട, പക്ഷേ എനിക്ക് സാധിച്ചില്ല, കുറച്ച് തിരക്കായിരുന്നു. അപ്പോൾ എന്തായാലും വിശ്വേട്ട ഇറങ്ങിയല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ നീ എന്ത് ഉദ്ദേശിച്ചാണ് എന്നെ ചിട്ടി ചേർത്തതെന്ന് ചോദിക്കുകയാണ്. ഞാൻ എല്ലാവരും 10-50 പേരെ ചേർത്ത് കമ്മീഷനൊക്കെ വാങ്ങിയല്ലോ വിശ്വേട്ട, ഇപ്പോൾ എന്താണ് അതൊക്കെ പറയുന്നത്? ശ്രീകാന്തിൻ്റെ അമ്മാവൻ്റെ ചിട്ടി കമ്പനിയെന്ന് നിനക്ക് അറിയില്ലായിരുന്നു എന്ന് വിശ്വം ചോദിക്കുകയാണ്. എനിക്കറിയായിരുന്നു, പക്ഷേ അവരിങ്ങനെ ഒരു കുരുക്കുണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചില്ലല്ലോ വിശ്വേട്ടാന്ന് പറയുകയാണ്. ആ സമയത്ത് വിശ്വം ഒരടി കവാലക്കുറ്റി നോക്കി വിനായകന് കൊടുക്കുകയാണ്. അപ്പോൾ വിനായകൻ ആകെ ഒന്ന് ചമ്മി നാറുകയാണ്. എന്നിട്ട് എന്നോട് ക്ഷമിക്കണമെന്ന് പറയുകയാണ്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇവളുടെ ചേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് എനിക്കറിയായിരുന്നു. ഒരു ചിട്ടിയിൽ നിങ്ങൾക്കൊരു സാമ്പത്തിക ഭദ്രത ഉണ്ടാകട്ടെ എന്ന് കരുതിയാണ് ഞാൻ ചേർത്തത്, പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ടാകും വിചാരിച്ചില്ല. എൻ്റെ ഭാര്യ നന്ദിനിയാണ് സത്യം എന്ന് പറഞ്ഞ് നന്ദിനിയുടെ തലയിൽ തൊട്ട് സത്യം ചെയ്യുകയാണ്. ഉടൻ തന്നെ നന്ദിനി കൈ പിടിച്ച് മാറ്റുകയാണ്. അപ്പോൾ വേദ ചോദിക്കുന്നുണ്ട്, എന്താ നന്ദിനി ഏട്ടത്തി, പേടിയുണ്ടോ, തല പൊട്ടി തെറിക്കുന്നു? അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ പറയുകയാണ് നന്ദിനി. അത് കഴിഞ്ഞ് കമല പറയുകയാണ്, ഇനി എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചല്ലോ, ഇനി ഒന്ന് സമാധാനമായിട്ട് അവ ഇരിക്കട്ടെ, എല്ലാവരും ഒന്ന് നിർത്തുമെന്ന് പറയുകയാണ്. വിശ്വ, നീ ഇപ്പോൾ കുളിച്ചിട്ട് വാ, ഞാൻ കഴിക്കാനുള്ള ആഹാരം എടുത്തു വെച്ചിട്ട് വിളിക്കാമെന്ന് പറയുകയാണ്. ആ സമയത്ത് വിശ്വനും ശ്രീജയും കൂടി റൂമിലോട്ട് പോവുകയാണ്. അപ്പോൾ വിശ്വൻ വളരെ വിഷമിച്ചാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ശ്രീജ, നീ കരുതിയിരുന്നു ഞാൻ ഈ തെറ്റ് ചെയ്തത്? ഞാൻ ഒരിക്കലും വിചാരിക്കില്ല, വിശ്വേട്ടൻ എനിക്ക് അറിയില്ലേ എന്നൊക്കെ ശ്രീജ പറയുകയാണ്. അതൊക്കെ എനിക്ക് മനസ്സിലാവുമെന്ന് പറയണം, പക്ഷേ നമ്മുടെ മോളെ കാര്യമാണ് ഞാൻ ആലോചിച്ചത്. അവളുടെ സ്കൂളിൽ ഇതൊക്കെ അറിഞ്ഞാൽ കൂട്ടുകാരൊക്കെ കളിയാക്കുമോ എന്നുള്ള ചിന്തയൊക്കെ എന്നെ വല്ലാതെ കുഴപ്പിച്ചു എന്ന് പറയുകയാണ്. മാത്രമല്ല നാട്ടുകാരൊക്കെ അറിയുമോ എന്നുള്ള ചിന്തയുണ്ടായിരുന്നു. നാട്ടുകാരൊക്കെ അന്നും അറിഞ്ഞില്ല വിശ്വേട്ട, പിന്നെ അറിഞ്ഞാലും വിശ്വേട്ട നിരപരാധിയാണെന്ന് കോടതി തെളിയിച്ചല്ലോ, അതുകൊണ്ട് നമുക്ക് അതൊക്കെ പറയാമല്ലോ എന്ന് പറയുകയാണ്. പിന്നെ വിനായക ഇങ്ങനെയൊക്കെ കാണിച്ച് എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് ശ്രീജ ചോദിക്കുകയാണ്. എനിക്കറിയില്ല ശ്രീജ എന്ന് വിശ്വം പറയുകയാണ്. എന്തോ ഇതിൽ കളികളുണ്ടെന്ന് വിശ്വന് മനസ്സിലായിരിക്കുകയാണ്.
വിഷുവിട്ട് അതങ്ങ് വിട്ടുകള, അവനൊന്നും അറിയില്ല എന്നല്ലേ വിനായകൻ പറഞ്ഞത്. അവനൊന്നും അറിയാതെ സംഭവിച്ചായിരിക്കും. ഒരിക്കലും വേദയുടെ ചേട്ടൻ ഇങ്ങനെ കാണിക്കുമെന്ന് അവനും വിചാരിച്ചില്ലല്ലോ എന്ന് ശ്രീജ പറയുകയാണ്. അതൊക്കെ പോട്ടെ എന്ന് പറയുകയാണ്. നമ്മൾ എത്രയായാലും വേദയോട് നന്ദി എന്നും കാണിക്കണമെന്ന് വിശ്വം പറയുകയാണ്. അതെ, പക്ഷേ നമുക്കുള്ള ഈ സ്നേഹ ആത്മാർത്ഥ്യം ആ വിക്രം കാണിക്കുന്നല്ലോ, അതേ ഉള്ളൂ എൻ്റെ ഒരു വിഷമം എന്ന് പറഞ്ഞാൽ. എന്നും പ്രാർത്ഥിക്കാറുണ്ട് അവർ രണ്ടുപേരും ഒന്നാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ വിശ്വം പറയുകയാണ്, നീ നോക്കിക്കുക, അവർ രണ്ടുപേരും ഒന്നാകും, നല്ല സ്നേഹമായിട്ട് നല്ല കുടുംബമായിട്ട് കഴിയുമെന്നും പറയുകയാണ്. എന്നിട്ട് അവർ രണ്ടുപേരും പരസ്പരം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. താങ്ക്